നടരാജ എന്ന് പറഞ്ഞാൽ എങ്ങനെ? നീ ഇന്നലെ രാത്രി എത്തും രാവിലെ എൻ്റെ കൊണ്ട് തരാമെന്ന് പറഞ്ഞല്ലേ? എടെ പാർട്ടിയുടെ പൈസയാണത്. അതില്ലാതെ എനിക്ക് ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റുമോ? ആ ഓ നീ വൈകിട്ട് എത്തുമോ? ആ ഞാൻ അതുപോലെ എന്തെങ്കിലും ഒരു വഴി നോക്കട്ടെ. എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാതെ നിൽക്കുകയാണ്, അതാണ് കേട്ടോ. ഓ ശരി. അവനെയൊക്കെ വിശ്വസിച്ച് ഓരോ കാര്യങ്ങളും കാര്യമില്ല. അത് എങ്ങനെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങും? തങ്കം ഇനി വന്നേടി. പിന്നെ ഒന്നുമില്ല, ഈ പിന്നെ 2000-ന്റെ ഒരു 5 നോട്ട് എടുക്കാൻ ഇവിടെ എവിടെയെങ്കിലും കാണുമോ? എന്തിനാ കേട്ടോ? അല്ല, പാർട്ടിയുടെ പൈസ എടുത്തുന്നാള് ഒന്ന് മറിച്ചേ. എന്തിനു മറിച്ച്? നമ്മളന്ന് കാപ്പിയൊക്കെ കുടിക്കാനൊക്കെ പോയില്ലേ പുറത്ത്? ആ ശരിയാ. 10,000 രൂപയ്ക്ക് കാപ്പി കുടിച്ചായിരുന്നു, മറന്നുപോയതാ. തമാശ കളിക്കല്ലേ തങ്കം? അല്ല, 10,000 രൂപയ്ക്ക് കാപ്പി കുടിച്ചു. അല്ല, അന്ന് നമ്മളെ പോയ വഴി കാപ്പിയെ കുടിച്ച് അതിന്റെ ഇതില് പാർട്ടിയുടെ ഞാൻ വേറെ ഇത് മറിച്ചില്ലേ, അതിന്നിപ്പോ കൊടുക്കണം. അവിടെ കണക്ക് നോക്കണ ദിവസമാണ്. അയ്യോ, ഇപ്പൊ പെട്ടല്ലോ. പെട്ടെന്ന് പറഞ്ഞാലേ ആ നടരാജൻ എന്നെ എത്തിക്കാന്ന് പറഞ്ഞത്. അവനപ്പോൾ വൈകുന്നേരം ആവും എത്താൻ. എന്തെങ്കിലും ഒരു തിരിമറിയ ഇത് മറ്റേ ഊരാൻ പറ്റില്ലല്ലോ, അതല്ലേ ഇതിങ്ങനെ കിടക്കണം. അല്ലെങ്കിൽ പണ്ടേ എന്നാ ഊരിയെടുത്തോ. അത് ഊരാൻ പറ്റണ സമയത്ത് ഞാൻ ചോദിച്ചല്ലേ, അപ്പം തന്നില്ലല്ലോ. നമുക്കൊന്ന് പോയിട്ട് വന്നാലോ? എവിടെ? ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. ക്ലീറ്റോന് ഇപ്പം എന്താ വേണ്ടേ? 10,000 രൂപ വേണം, അതാണ്. 10,000 രൂപ തന്നാ പ്രശ്നം തീർന്നില്ലേ? പ്രശ്നം തീർന്നോ? സന്തോഷാകുവോ? നീ കളിയാക്കണ ആണോ അതോ കാര്യമായിട്ട് പറയണം? ക്ലീറ്റോന്റെ വിഷമം എന്ന് പറഞ്ഞാൽ എന്റെ വിഷമം കൂടിയല്ലേ ക്ലീറ്റോ? ഇതേ അതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്, എടുത്തോ. പൈസ വെച്ചിട്ടാണ് വൈകുന്നേരം എടുക്കാൻ കേട്ടാ. പിന്നെ വേഗം തരണേ. ഒരു ശകലം ബോധം നിങ്ങളുടെ തലയ്ക്കകത്ത് ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ ആ പാട്ടിൽ കൈയിട്ട് വാരോ ക്ലീറ്റോ? അല്ല, എനിക്ക് ശകലവും ബോധമില്ലാത്തോണ്ടാണല്ലോ നിന്നെ ഞാൻ കെട്ടിയെടുത്തേ. ഇപ്പൊ അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മതി, എനിക്ക് പണിയൊന്നുമില്ല. അയ്യോ, ഒരു പണിയില്ല. എന്നാ ഞാൻ അങ്ങോട്ട് പോയി, എനിക്ക് പണിയുണ്ട്. വെറുതെ ഈ മോനെ കണ്ടിരുന്ന ഇന്നത്തെ ദിവസം പോക്കാം. ക്ലീറ്റ് എങ്ങും പോണ്ട, ഞാൻ എന്തേലും ചെയ്തോളാം. നമുക്ക് ഇന്നലെ പാട്ടൊക്കെ പാടി വിട്ടിരിക്കാം. കണ്ണിൽ കണ്ണിൽ നോക്കിയിരുന്നാൽ കളഞ്ഞു പോയ സ്വപ്നങ്ങൾ. പാവട്ടാ 10,000 രൂപ നടക്കണം. നോക്കി പണിക്ക് പോ ക്ലീറ്റോ. സൗകര്യമില്ലടി പണിക്ക് പോവാൻ. 10,000 രൂപ പുല്ല് പോലെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. പിന്നെ പണിക്ക് പോവാതെ 10,000 രൂപ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. അപ്പൊ പിന്നെ ഇതേപോലെ മോതിരമൊക്കെ മുറിച്ചെടുക്കേണ്ടി വരും. ഞാൻ ചിലപ്പോ മോഷ്ടിക്കും. നിനക്കെന്താ? എവിടെ പോവാ ചേട്ടാ? ഓടി അളി ഇറങ്ങിയില്ലേ? അളിയൊന്നും ലേറ്റ് തന്നെ. അളിയോ അയ്യോ, എവിടെ പോണ്ടാ? എടാ ഇതേ നിക്കണ നോക്കി, ഇന്നത്തെ കണി പോയില്ലേ? ഇന്നത്തെ ദിവസേ പോയി. അങ്ങനെ അളി അങ്ങോട്ട് പറയണ്ട. എന്നെ കണ്ടിട്ട് പോയ ദിവസങ്ങളിലെല്ലാം നിനക്ക് വെച്ചടി കയറ്റം തന്നെ. അത് നീ പറഞ്ഞു വളരെ കറക്റ്റാ. നിന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വെച്ചടി കയറ്റാ. എന്നും കംപ്ലൈന്റ്, എന്നും പ്രശ്നങ്ങൾ. കോടി വെക്കാ തന്നെ. പണിയുടെ കുഴപ്പമില്ല. അതെ, ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കണ്ടോ തടഞ്ഞു വെച്ചേക്കുന്നത് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ പത്രത്തിലും വായിച്ച്. ഒരു കുഴപ്പമില്ലല്ലോ. കിട്ടിയോ? അതല്ലേ, ഒരു 10 രൂപ എടുക്കാൻ കാണുമോ? ഓ, ചായ കുടിക്കാൻ ഒരു 10 രൂപ നിന്റെ കയ്യിലില്ലടോ. ചായ കുടിക്കാൻ രാവിലെ ചായ കുടിക്കാം. ഒരു 10,000 രൂപ ഉണ്ടെങ്കിൽ നീ തന്നെ. 10,000 രൂപ വൈകിട്ടെടുക്കാം. പിന്നെ വൈകിട്ടെടുക്കാനാണെങ്കിൽ പിന്നെ നീ അല്ലെന്നേ, ആ നടരാജനെ അവൻ എനിക്ക് പൈസ ഇന്ന് രാവിലെ തരാന്ന് പറഞ്ഞത്. ആളിപ്പോ എറണാകുളത്ത് നിന്ന് തിരിച്ചിട്ടേ ഉള്ളൂ. ഇവിടെ എത്താൻ ഇച്ചിരി ലേറ്റ് ആവും. നീ അഥവാ ലേറ്റ് ആയാൽ ഒരു കരുതൽ, അത്രേ ഉള്ളൂ. നമ്മുടെ നടരാജനല്ലേ, അവൻ പറഞ്ഞാണല്ലോ അച്ചട്ടാ. അല്ലടി, അവൻ തരും. പക്ഷെ അവൻ ലേറ്റ് ആയി. എറണാകുളത്ത് വന്നോണ്ടിരിക്കണോ, ട്രെയിൻ ലേറ്റ് ആണേ. നീ ഒരു 10 രൂപ തന്നാൽ ഞാൻ വൈകുന്നേരം അങ്ങ് തിരിച്ചെടുക്കാം. എന്താ പേര് നീ കാര്യം ചെയ്യും, നിന്റെ അക്കൗണ്ടിൽ പോരുക, ഞാൻ അക്കൗണ്ടിൽ ഇട്ടോളാം. അളിയാ 5702420413. നീ എവിടെയെങ്കിലും എഴുതിയിടത്? എഴുതാ പേനൊന്നുമില്ല. ഒന്നുകൂടെ പറഞ്ഞേ. 5702420413. അല്ല, അത് നീ എങ്ങനെ കിട്ടും? പിന്നെന്താ കിട്ടാൻ? അത് മറന്നു. എന്തിനു ഞാൻ പറയണ മനസ്സിലുണ്ട് അളിയാ. ഇല്ല, ആളി ഒന്ന് പറയളിയാ. എന്താണ് ഈ പറയണ? ഒരു കാര്യം ചെയ്യേ, ഇനി അഥവാ അക്കൗണ്ടിൽ പൈസ വന്നില്ലാന്ന് വെക്കി, നീ ജപത്തെ എടുത്ത് വെക്കി.
ഞാൻ ഉം. ജമന്തിയുടെ അടുത്ത് ഓ പിന്നെന്ത് നിന്റെ ഭാര്യ എടുത്ത് ഞാൻ പൈസ ചോദിക്കണം. അവള് തരുമെന്ന് വേണ്ട, നിനക്കിപ്പോ തരാൻ പറ്റുമെങ്കിൽ താ. ശരിയടേ, അവളുടെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടെന്ന്. അത് ശരിയാവില്ല. എന്റെ അളിയ, എനിക്ക് ശമ്പളം കിട്ടുമ്പോ 2000 രൂപ വെച്ച് അവള് വാങ്ങിക്കും. എത്ര പൈസയാണ് അവളുടെ കയ്യിലുള്ളത് ദൈവത്തിന് പോലും അറിഞ്ഞൂടാ. അങ്ങനെയാണെങ്കിൽ അളിയനൊന്ന് പറയട്ടെ. അപ്പൊ ഞാൻ പറയില്ല. നീ താളിയാ. നീ ഒരു കാര്യം ചെയ്യ്, ഇനി അഥവാ അവള് തന്നില്ല എന്നുണ്ടെങ്കിൽ അമ്മയോട് ചോദിക്കും. ഏയ്, അമ്മ മെനഞ്ഞാതെ പെൻഷൻ കാശ് തന്നതേ ഉള്ളൂ. എടുക്കളയാ പൈസ തന്നിട്ട് പോയത്. ഞാനിടാ, നീ കാത്തിരുന്നോ? പിന്നെന്താ, പോട്ടെ. എടാ, ഇത് പ്ലെയിൻ ഒന്നും അല്ലല്ലോ നിനക്ക് ഇങ്ങനെ വളയ്ക്കാൻ. വേണം എടുത്തിട്ട് പോടാ. ആ, നീ വണ്ടി എടുക്കടാ. അവൻ പറഞ്ഞു കറക്റ്റ് അല്ലേ? കൂട്ടുകെട്ട് കൊള്ളു. ആ, ദേ വരുന്ന അടുത്ത്. ഐ, നിങ്ങൾ ഇറങ്ങയോ? ആ, അതെ ഇറങ്ങയി. നിർത്ത്, ഒരു കാര്യം പറയണ്ടേ? നിർത്താൻ എങ്ങനെയുണ്ട് ഇപ്പൊ? ഞാൻ ഇറങ്ങിയപ്പോഴേ തിരിച്ചോടിയത് കണ്ടല്ലേ. ഇവനെ കണ്ടു കഴിഞ്ഞാൽ അന്നത്തെ കാര്യം പോക്കാം. എനിക്കത് ഓഫ് ചെയ്താൽ നീ വന്ന ഒരു കാര്യം സംസാരിക്കാണ്ടെന്ന്. ഇല്ല മാവ, നേരെ വൈകി ഓഫീസിൽ പോണ്ടേ? എടാ, അത് കാശിന്റെ കാര്യമാണ്, നീ ഒന്ന് ഇടപെട്. കാശ് കിട്ടാനാണോ കൊടുക്കാനാണോ? ഞാൻ ആർക്ക് കൊടുക്കാൻ, എനിക്ക് കിട്ടാനല്ലേ ഉള്ളൂ. അമ്മാവന് കാശ് കിട്ടാനുള്ള കാര്യമാണോ? നിന്റെ കടിക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. എടാ, നമ്മുടെ ആ ചായക്കട നടത്തണ ഉണ്ണിയില്ലേ, കുറി നടത്തിയിരുന്നല്ലോ അവൻ. ഉണ്ണിച്ചേട്ടൻ ഞാൻ പറഞ്ഞില്ല 50,000 കുറി കൂടി ഇത് അവസാനത്തെ നടക്കാറുന്നു. ഇപ്പൊ ഈ കഴിഞ്ഞ മാസം 1-ാം തീയതി കുറി വിളിച്ചാൽ 5-ാം തീയതി പൈസ തരണം. ഞാൻ ഇപ്പൊ കുറി വിളിച്ചിട്ട് ഇപ്പൊ ഇന്നിപ്പോ 15 10-15 ദിവസമായി അവന്റെ പിന്നാലെ നടക്കണം. അവൻ പൈസ തരുന്നില്ലെന്ന്. അത് ഇങ്ങോട്ട് ചോദിച്ചു വാങ്ങിക്കണം. അപ്പൊ അത് ചോദിച്ചാൽ തരണ്ടേ? അപ്പൊ അവൻ പറയുന്നത് മറ്റൊരു തന്നില്ല, അവര് തന്നില്ല, ഞാനാകെ പെട്ടിരിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിച്ചിട്ടല്ലേ ഒരു കുറിയിൽ ചേരുക. ആ കാശ് ഇങ്ങോട്ട് തരണ്ടേ? അതെ, അത് അങ്ങനെ എങ്ങനെയൊന്നും പോയി ചോദിക്കും. അതൊക്കെ കുത്തിന് പിടിച്ചിട്ട് കാശിടറാ എന്ന് ചോദിക്കണം. അതിപ്പോ എനിക്ക് അങ്ങനെ അങ്ങോട്ട് ഈ പ്രായത്തിൽ ചെന്നിട്ട് അവന്റെ വിഷമം കാണുമ്പോൾ സൈക്കിളില്ല. നിങ്ങളൊന്ന് ഇടപെട്ടിട്ട് അത് ദേഷ്യപ്പെട്ട് മേടിച്ചതാ. അമ്മാവ് വഴക്കുണ്ടാക്കണ്ട, അയാൾ നല്ല വൃത്തിയായിട്ട് കുറി നടത്തുന്ന ആളാണ്. അതാണ് ഈ തമ്മാടിത്തരം ഇപ്പൊ കാണിച്ചത്. കുറി നടത്തണോണ്ടല്ലേ ചേർന്ന്, പക്ഷെ ഇപ്പൊ തരുന്നില്ലല്ലോ. ആ, അത് നമുക്ക് എന്തായാലും ചെയ്യാം, ചോദിച്ചോക്കാം. അങ്ങനെ പറയില്ല, അത് വാ നമുക്ക് പോയി ചോദിച്ചിട്ട് അമ്മാവ് വരണ്ടെന്ന് കനകൻ ചോദിച്ചാൽ തരും. അയാളുടെ വീടറിയില്ലേ? ആ, എനിക്കറിയാം. വായനശാലയുടെ പിന്നിലെ 3-ാമത്തെ വീട്. ഒരു കാര്യം കുറി ചെയ്യാം. നടത്തണ ഉണ്ണിച്ചേട്ടനല്ലേ? ഒരാളും പോയിട്ട് കാര്യമില്ല. നമുക്ക് ഞാനും കൂടെ വരാം. എന്റെ ക്ലീറ്റസ്, നീ ഒന്നും ഇടപെടാതിരിക്കോ? അത് എങ്ങനെങ്കിലും അവര് പറഞ്ഞു മേടിച്ചു തരും. വേണ്ട, ഞാൻ ഇടപെടുന്നില്ല. എന്നോട് ചോദിച്ചിട്ടില്ലല്ലോ. വേണ്ട, പ്രശ്നം നീന്നല്ലോ. വിളിക്കൊന്നിട്ടില്ലെന്ന് വിളിക്കോ? ആ, പ്ലീസേ, നീ നേരത്തെ ചോദിച്ചില്ല, അമ്മാവൻ തരും. ഏത്? മറ്റേതേ 10. പോട്ടെ പോട്ടെ. അല്ല, ഇത് ഇതെന്താ എന്താ? അമ്മാവന്റെ കുറി പൈസ അല്ലേ? ഞങ്ങള് കേറിയിട്ട് മേടിച്ചു തരാം, ധൈര്യമായിട്ട്. നീ വിളിക്കട്ടെ, ശരിയായി വിളിക്കും. ഇന്നെ മേടിച്ചതാ. ആ, അതെന്താ 10 പറഞ്ഞു? അതെ, അവർക്ക് ഉച്ചയ്ക്ക് മുമ്പ് 10 പോസ്റ്റ് കയറണമെന്ന്. ആ, ഓടാ, ഭയങ്കര പണി ഒരിക്കലും. അതെ, ഒരു ചായ കുടിച്ചുകൂടെ വീട്ടിൽ നിന്ന്? വിശ്വാസക്കുറവല്ലോ ഉണ്ടോ? എന്നെ വിശ്വാസമില്ല, പക്ഷെ എന്റെ തങ്കല്ല ചായ ഉണ്ടാക്കും. മതി, അത് മതി. എന്നെ വിശ്വസിക്കണ്ട. ഓ, കാശും കൊണ്ട് വല്ലവൻ്റെയും കൊടുത്തിട്ട്. ആ സാറേ, എനിക്ക് കറണ്ട് ബില്ല് കൂടുതൽ വരുന്നല്ലോ. കൂടുതൽ 750 രൂപയ്ക്കാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ 2600 രൂപയോളം വന്നു. എന്താണ്? നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. ഇല്ല സാറേ, ഉപയോഗിക്കാത്ര കൂടുതൽ വരില്ല. അയ്യോ, എൻ്റെ വീട്ടിൽ കറണ്ടിൻ്റെ വലിയ സാധനങ്ങളൊന്നും ഇല്ല. എന്തറിയോ, ആളുകൾ നന്നായിട്ട് ഉപയോഗിക്കും, എന്നിട്ട് അവസാനം പിന്നെ ബില്ല് കൂടിയെന്നും പറഞ്ഞിട്ട് കംപ്ലൈൻറ്റും പറഞ്ഞു വരും. ഇതെന്താ അറിയോ, നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ കറണ്ട് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. ചിലപ്പോൾ ഈ എർത്ത് വഴിയൊക്കെ പോവാം. അതല്ലെങ്കിൽ പിന്നെ ആ മീറ്റർ മാറ്റി വയ്ക്കുകയൊക്കെ ചെയ്യേണ്ടി വരും. അല്ല സാറേ, ഇത് വേറൊരു പ്രശ്നമുണ്ട്. ഇത് 6 മാസം മുമ്പ് ഈ മീറ്റർ മാറ്റി വെച്ചാ ഇതേ ഈ സാർ വന്ന്. അതെ, സംഭവം മാറ്റിയതാണ്. ചിലത് കംപ്ലൈന്റ് ഉണ്ടാവും. ചേട്ടനൊരു കാര്യം ചെയ്യും, ഈ ബില്ലും വെച്ചിട്ട് എനിക്കൊരു കംപ്ലൈന്റ് കൊടുക്ക്, ഞങ്ങൾ വന്ന് ശരിയാക്കി തരാം. ഉടനെ തീരുമാനം ഉണ്ടാവുമോ? കൊടുക്കാദ്യം. എവിടെയാ? ഇയാളൊരു 100 താളിച്ചതാണെന്ന്. 100 തന്നാണ്. ആ, എന്താ മാവാ? ആ, ഉവ്വ്, ഞങ്ങൾ പോയി. ആ, അങ്ങനോട് സംസാരിച്ചു. അപ്പൊ പുള്ളി എന്താ പറയുന്നതെന്ന് വെച്ചാലേ, അയാളുടെ കയ്യിൽ സത്യം പറഞ്ഞ പൈസ ഇല്ല. ആ, പിന്നെ ഇപ്പൊ ഈ ലാസ്റ്റ് നറുക്കൊക്കെ ആയതുകൊണ്ട് ആരും അങ്ങനെ പൈസ കൊടുത്തിട്ടില്ല. കുറച്ചാളുകൾ മാത്രമേ പൈസ കൊടുത്തിട്ടുള്ളൂ. ആ, അപ്പൊ പുള്ളി പറയുന്നത് എന്താ വെച്ചാൽ 1 മാസം കഴിയുമ്പോഴത്തിന് അയാൾക്ക് പൈസ കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ 1 മാസം കഴിയുന്നോട് കൂടിയിട്ടാണ് പൈസ തരാമെന്നാണ് പറഞ്ഞത്. പിന്നെ അപ്പോൾ അയാളോട് നമുക്ക് അങ്ങനെ വേറെ കൂടുതൽ അങ്ങനെ നിർബന്ധിച്ചിട്ടൊന്നും പറയാൻ പറ്റില്ലല്ലോ. ആ, അപ്പം ഞാൻ ശരിയെന്നും പറഞ്ഞിട്ട് ഞാനിങ്ങോട്ട് പോന്നു. എന്താ ഇപ്പം അമ്മാവൻ്റെ അഭിപ്രായം? ആ, ഇനിയിപ്പം എന്താ ചെയ്യാ, കുത്തിനെ പിടിച്ച് മേടിക്കാൻ പറ്റില്ലല്ലോ. ആ, ശരി. ചീറ്റിയല്ലേ? ചീറ്റും. അവൻ ചെന്നപ്പോഴും തന്നെ പറഞ്ഞു 1 മാസം കഴിഞ്ഞിട്ട് തരാ, കാശ് പിരിച്ചാവട്ടെ എന്ന്. കണ്ണീര് കണ്ടപ്പോൾ അവനും എൻ്റെ എന്തെങ്കിലും പോന്നു. ആണ്, ഒരാവശ്യം വന്ന കാശ് മേടിച്ചു തരാനും ചോദിക്കാനൊന്നും ആരും ഇല്ല നമുക്ക്. അല്ല എന്താ പറയുക? അതെ, ഇത് ഇങ്ങനെയൊക്കെ തന്നെ വരുമെന്ന് എനിക്ക് രാവിലെ മനസ്സിലായി.
അമ്മാവ വായിക്കാതെ നാക്കില്ലാത്ത ഇവനൊക്കെ പോയിട്ട് എന്തോ ചെയ്യാനാണ്? ഞാൻ രാവിലെ പറഞ്ഞല്ലോ ഞാൻ ഇടപെടാന്ന്. അപ്പൊ എന്താ നീ വേണ്ട, നീ ശരിയാവൂല. വേണ്ട. അത് കിട്ടാനുള്ള കാശാണ്. ഇനിയിപ്പോ കുത്തിനെ പിടിച്ച് കേസും കൂട്ടായി കിട്ടിയില്ലെങ്കിൽ എന്റെ മുതൽ പോവും. ഇത് കുത്തിന് പിടിച്ചാലേ കിട്ടൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇതൊക്കെ പൊതുപ്രവർത്തകനായ ഞാൻ ഇതുപോലെ ഒരുപാട് കേസുകൾ കൈകാര്യം ചെയ്യണതാണ് ദിവസം. അതുകൊണ്ടാണ് ഞാൻ ഇടപെടാന്ന് പറഞ്ഞത്. പിന്നെ അമ്മ വേണ്ടെങ്കിൽ വേണ്ടമ്മ പോട്ടെ. അത് അങ്ങനെ വേണ്ടാന്നല്ല. ഇപ്പൊ നീ ഇന്ന് ഇടപെട്ടു എന്ന് വെച്ചോ, കയ്യോടെ കാശ് കിട്ടുമോ? ഞാൻ ഇടപെടണല്ലോ. അല്ല, കാശ് കയ്യോടെ കിട്ടുമെങ്കിൽ എനിക്കിപ്പോ വേണ്ട എന്താ 50,000 ഉറുപ്പ്യ കിട്ടുക എന്നുള്ളതാണ്. വളം മേടിക്കണം, പണി നടക്കണം. 50,000 കിട്ടുമെങ്കിൽ എന്താ കുഴപ്പം? ഇനി ഞാൻ ഈ കേസ് അവനെ പറ്റില്ല. നീ വന്ന് മേടിച്ചു തന്നാ. ഇനി ഞാൻ ഈ കേസിൽ ഇടപെടാം. ആ, പക്ഷേ 50,000 രൂപ അമ്മാവന് ഞാൻ മേടിച്ചു തന്നാൽ 10,000 രൂപ എനിക്ക് കടമായിട്ട് തന്നാൽ മതി. ഒരു മാസത്തെ കാലാവധി. ഒരു മാസം കഴിഞ്ഞാൽ നീ 10,000 തരും. പിന്നെന്താ? അല്ല, 50,000 ഇന്ന് അയാളുടെ കയ്യിൽ നിന്ന് നീ മേടിച്ച് തരുമെങ്കിൽ 10,000 അടക്ക് തരാം. ഒരു മാസം കഴിഞ്ഞ് എന്നാൽ മതി. അയാൾ മൊത്തം ഒരു മാസം കഴിഞ്ഞ് 50 തരാന്നല്ലേ പറഞ്ഞു. 40 കിട്ടിയാലും മതി. ഇപ്പൊ എന്റെ കാര്യം നടക്കും. ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് റെഡി ആയിക്കോട്ടെ. ഒരു നിമിഷം ഒന്ന് വിളിച്ചോട്ടെ. ആ നടരാജ് എവിടെ എത്തി? വേറെ ആൾക്കാരൊന്നും വിളിക്കണ്ട, അവർക്കൊന്നും കൊടുക്കില്ല. ലേറ്റ് ആവുമോ? കുഴപ്പമില്ല. ശരി, വന്നാൽ മതി. ധൃതി വേണ്ട, വന്നോ നീ. ശരി. നടരാജിന് മറ്റാൾക്കാരൊന്നും ഇത് വേറെ കേസ്. അപ്പേ ഞാനൊന്ന് റെഡി ആയിരിക്കട്ടെ. ദേ വരണം. ഒന്നുമില്ല, അമ്മാവിന്റെ ചെറിയൊരു ആവശ്യം. ചെറിയൊരു കൊട്ടേഷൻ പറഞ്ഞ ഉണ്ണിയെ ചായക്കട നടത്തുന്ന ഉണ്ണിയുടെ അടുത്തൊരു കുറി കൂടിയിരുന്നു. അപ്പൊ അതിന്റെ കാശ് പ്രാവശ്യം കുറി ഇരിക്കാനുള്ള അത് മേടിക്കാൻ വേണ്ടിട്ട്. അപ്പൊ പീറ്റേഴ്സും വരാൻ എന്നിട്ട് മേടിച്ചു തരാന്ന് പറയാണ്. അതുണ്ട്, അല്ലാണ്ട് എന്റെ കെട്ടിയന്റെ കൂടെ വരില്ലല്ലോ. അത് കെട്ടിയോന് എനിക്ക് വേണം. കാശ് കിട്ടട്ടെ. എന്താ കാശ് കിട്ടിയ പിന്നെ ആർക്കുള്ള? തന്നില്ലെങ്കിൽ അമ്മനെ ശരിയാക്കും ഞാൻ. എന്നാ വേഗം ചെല്ലിട്ടാ. അവൻ ആരേനൊക്കെ വിളിക്കുന്ന കേട്ടു. രാഷ്ട്രീയക്കാരെയൊന്നും കൂട്ടി പ്രശ്നം ഉണ്ടാക്കരുത് പറട്ടാ. ചായ കുടിച്ചില്ലേ? ചായ കുടിച്ചോ. എന്നാ പോയിട്ട് വേഗം വാ. ക്ലീറ്റ വേഗം വരുമോ? വരാം. എൻ്റെ ഷർട്ട് ഇവിടെ ഉണ്ട്. അമ്മാവന് ഇനി ഇങ്ങോട്ട് തിരിച്ചു വരാം അമ്മാവാ. ഇല്ല, കാശ് കിട്ടി അങ്ങനെ പോണം. കുറെ ആവശ്യമുണ്ട്. ശരി എന്നാ നിക്കടാ, കുടിച്ചിട്ട് പോവാ. എടീ, അമ്മാവൻ പോയാ? അമ്മാവന് പോയി ക്ലീറ്റൻ പോയി. എവിടെ പോയി? മറ്റേ പൈസ മേടിക്കാൻ, ചിട്ടി പൈസ മേടിക്കാനായിട്ട് പോയതാന്ന് പറഞ്ഞു. അതിനെന്തിനാ ക്ലീറ്റസിനെ കൊണ്ടുപോയത്? അമ്മാവൻ പറഞ്ഞു അല്ലെങ്കിൽ പൈസ വൈകുന്നോ, അതുകൊണ്ടിട്ട് വേഗം മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു ക്ലീറ്റോ. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്താടാ? അമ്മാവൻ മറ്റേ പൈസ പഠിക്കാൻ വേണ്ടി ക്ലീറ്റസിനെ കൊണ്ട് പോയിരിക്കാണ് ഇപ്പം. നിങ്ങൾ പോയായിരുന്നോ? ഞങ്ങൾ പോയെന്ന് വെച്ചാൽ ഞങ്ങൾ അയാളോട് സംസാരിച്ചു കഴിഞ്ഞാലേ. എന്ത് പറഞ്ഞു എന്നിട്ട്? അയാൾ ഒരു മാസം കഴിഞ്ഞിട്ട് തരാന്ന്. അപ്പൊ അതാ കാര്യം. അമ്മാവന് പൈസക്ക് അത്യാവശ്യമുണ്ട്. അപ്പൊ ക്ലീറ്റ പറഞ്ഞാൽ വേഗം കിട്ടുന്ന പറഞ്ഞു വിളിക്കാൻ പോയതാ, മേടിക്കാൻ പോയത്. ഞാൻ അവൻ അവിടെ പോയിട്ട് അലമ്പുണ്ടാക്കുവോ? ക്ലീറ്റോ എന്താ അലമ്പുണ്ടാക്കാൻ നടക്കുന്ന ആളാ? തങ്ക അമ്മാവൻ പറഞ്ഞിട്ടല്ലേ കനകരും ഞാനും അവിടെ ചെന്ന് സംസാരിച്ചത്. നിങ്ങൾ എന്നിട്ട് ഒരു മാസത്തെ സമയം ചോദിച്ചില്ല? അമ്മാവന് അത്യാവശ്യമുള്ള പൈസ ആയിരിക്കും. പിന്നെ അയാൾ മര്യാദ പറഞ്ഞാൽ കേൾക്കണ്ടേ? പിന്നെ ചിട്ടി കൂടി പൈസ മാസം അടച്ചു കഴിഞ്ഞ് കിട്ടി കഴിഞ്ഞപ്പോ 1 മാസം 2 മാസം അവധി പറഞ്ഞ ഇവിടുത്തെ മര്യാദയാ. അതായത് പൈസ കൊടുക്കാൻ കഴിവില്ലാഞ്ഞോട്ട്. എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മളെന്തിനു വെറുതെ വേണ്ടാത്ത കാര്യങ്ങൾ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടാൻ നടക്കുന്നത്. ഇവൻ ശരിക്കും ഇവൻ ആരാടാ ഇവിടുത്തെ? പോക്കുണ്ടോ? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് നീയാണോ? ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്നത്. അവനിവിടെ വന്ന് താമസിക്കട്ടെ, അവനും അവൻ്റെ ഒരു കൂട്ടുകാരനും. ഞാൻ ആദ്യത്തെ ദിവസം വന്നേ ഇത് അത്ര പേര് തരാനുള്ളതാണെന്നും പറഞ്ഞിട്ട് കരയാൻ നിൽക്കണ. അതിനൊന്നും പറ്റില്ലെങ്കിൽ ഈ കുറുക്കി കണ്ട ആവശ്യമില്ല. നിങ്ങളെ പറഞ്ഞാൽ മതിയല്ലോ. മാസം 2000 കൊണ്ട് ഇയാളുടെ കയ്യിൽ കൊടുക്കേണ്ട കാര്യമുണ്ടോ? അത് ഒന്നീ ബാങ്കിൽ ഇടണം, അല്ലെങ്കിൽ എന്നെ പോലുള്ള ആരെങ്കിലും ഏൽപ്പിക്കണം. അതെ, ഇനിയിപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ അവൻ്റെ മുഖത്ത് നോക്കില്ല. നോക്കിക്കഴിഞ്ഞാൽ കരച്ചിലും പിടിച്ചിലും തുടങ്ങും എൻ്റെ മനസ്സലി. അത് വേണ്ട, അമ്മ ഇവിടെ നിന്നാൽ മതി, ഞാൻ പോയി സംസാരിക്കാം. കനകം വന്ന് സംസാരിച്ച് 1 മാസം കഴിഞ്ഞ് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അമ്മാവൊക്കെ ദേഷ്യത്തിലാണ്. ഇന്ന് തന്നെ കിട്ടണമെന്ന് പറഞ്ഞിട്ടാണ് അതാ നിൽക്കണമെന്ന് കാണിച്ചു കൊടുത്തിട്ട് കാശ് മേടിക്കാൻ നോക്കും. എന്തിനത് പറയണേ? കനകം വന്ന കാര്യമൊന്നും ഞാൻ പറയില്ല. ഞാൻ പോയി എൻ്റെതായ രീതിക്ക് ഞാൻ ചോദിക്കുക, എൻ്റെതായ ഒരു ശൈലിയുണ്ട്, ആ രീതിയിൽ ഞാൻ സംസാരിക്കും കേട്ടോ. അവൻ്റെ കാക്കിയുടെ ഈ വെള്ളയുടെ തമ്മിലുള്ള വില വ്യത്യാസം നമ്മൾ മനസ്സിലാക്കും. അവനൊന്നും പറഞ്ഞാൽ ഒരു വക നടക്കൂല. എന്തായാലും കാശ് കിട്ടിയാൽ മതി. പിന്നെ 50,000 വാങ്ങിച്ചു തരുമ്പോൾ എനിക്ക് തരാന്ന് പറഞ്ഞാൽ 10 കടമായിട്ട്, അത് മറക്കല്ലേ. എടാ, എൻ്റെ കാശുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ തന്നെന്താ? ഇതിപ്പോൾ 50 കിട്ടുമെങ്കിൽ 10 അണക്ക് തരണോണ്ട് ഒരു വിരോധമില്ല. എന്നാൽ കാശ് മേടിച്ചു തന്നാൽ മതി. അത് ഞാൻ മേടിച്ചു തരാം. അത് അതിനെ ഞാൻ പറഞ്ഞല്ലേ മര്യാദ. ഞാൻ അവിടെ നിങ്ങൾ നിന്നോ, ഞാൻ
വെള്ളയുടെ മഹത്വം ഈ വെള്ളം ഇട്ടാൽ തന്നെ പുറത്ത് നല്ല മോടിയാ, അകത്ത് തനി. ഉണ്ണേ ഉണ്ണേ സാർ ആ അതെ, നീ എന്ത് പരിപാടിയാണ് ഈ കാണിച്ചത്? ആ കനക, പിന്നെ ക്ലീറ്റസ് ഇവിടെ വന്നിരുന്നു. എന്നിട്ട് വേഗം വായി. പത്ത് എടുത്തോ, 40 കൊണ്ട. കാശ് കിട്ടിയില്ല, എന്ത് പൈസ കിട്ടിയില്ലാന്ന്. എന്തേ? അതെ, വളരെ കഷ്ടമാണ് അയാളുടെ കാര്യം. ഭയങ്കര ദയനീയമാണ്. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴാണ് എന്നെക്കുറിച്ചൊക്കെ ഒരു മതിപ്പ്. ഒരുപാട് സമ്പാദ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റേതായ ടെൻഷനൊന്നുമില്ല. ഇതിപ്പോൾ എന്തോരം ഉണ്ടായിരുന്നവനാണ്. ഇപ്പോൾ ഇതാ ഈ വീട് ജപ്തിക്ക് വന്ന് കിടക്കുകയാണ്. അങ്ങനെ ഉള്ളവൻ്റെ അടുത്ത് എങ്ങനെ നമ്മൾ കണ്ണീച്ചോരല്ലാതെ ആ പൈസ ചോദിക്കും? എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവന് കൊടുത്തിട്ട് വന്നേനെ. കഷ്ടം. അപ്പോൾ കിട്ടിയില്ല. എനിക്ക് കണ്ണങ്ങ് നിറഞ്ഞു പോയിന്നേ അവൻ്റെ. അവൻ എന്താ പറഞ്ഞ ഡേറ്റിന് തരും, അതിന് മാറ്റം വരില്ല, ഉറപ്പായിട്ട് ആ ഡേറ്റിന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വിഷമവും സംഭവം ഒരു സൈഡിൽ, ആവശ്യം നമ്മുടെ ആണല്ലോ. ഞാൻ പറഞ്ഞ ഡേറ്റ്, ആ ഡേറ്റിന് മാറ്റം വന്നാൽ എൻ്റെ അണികളും ഞാനും കൂടെ ഈ വീട്ടിൽ കയറി താമസമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഡേറ്റിന് കിട്ടും. അപ്പോൾ കനകനോട് പറഞ്ഞ പോലെ തന്നെ എന്നോടും കരഞ്ഞു കഴിഞ്ഞ് 1 മാസത്തെ ഗ്യാപ്പ് പറഞ്ഞു. അത് കേട്ടിങ്ങോട്ട് പോന്നു. അതൊക്കെ മനുഷ്യന്മാരില്ലേ അമ്മാവാ? ഇത് നീ കനകൻ്റെ പോലെയല്ല, വെള്ളം കിട്ടാനാണ് ഇപ്പം ഇങ്ങോട്ട് ഇതാക്കിയിട്ട് ഇങ്ങോട്ട് കൊടുന്നേരും പറഞ്ഞിട്ട്. ഞാൻ വെള്ളം ഇട്ടെന്ന് പറഞ്ഞാൽ കൊള്ളക്കാരനൊന്നും അല്ലല്ലോ, മനുഷ്യനല്ലേ. കാഷ്ടം ഇങ്ങോട്ടൊക്കെ കൂടെ വന്നിട്ട് നിങ്ങളെന്നെ ആശ്രയിക്കേണ്ട, ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്താൽ മതി. നടക്കേ പോട്ടെ, ഇനിയിപ്പം 1 മാസത്തെ കാര്യമല്ലേ, സാവകാശമുണ്ട്. അതെ അമ്മാവാ, ഞാനെന്താ അങ്ങോട്ട് പോട്ടെ? അല്ലല്ല, നീ നിക്ക്. എന്ത് പണിയാണ് അമ്മാവാ കാണിച്ചത്? നിങ്ങൾ രണ്ടുപേരും കൂടെ പോയി സംസാരിക്കാന്ന് വെച്ചാൽ പിന്നെ എന്തിനാ എന്നെ പറഞ്ഞയച്ചത്? നീ പോയപ്പോൾ 1 മാസം കഴിഞ്ഞിട്ട് തരാന്നല്ലേ അയാൾ പറഞ്ഞ്. ഇവൻ കയ്യോടെ പോയിട്ട് കാശ് മേടിച്ചിട്ട് വരാന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് ബാങ്ക് കിട്ടണല്ലേ നല്ലത്. അപ്പം ഞാൻ അവനെ കൂട്ടി പോയി. എന്നിട്ട് കിട്ടിയാ? എന്ത് കിട്ടണ? അളിയാ, സത്യം പറയാലോ, ഭയങ്കര ബുദ്ധിമുട്ടുകാരനായത് കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമില്ല. അയാൾ പറഞ്ഞ് സംസാരിച്ചപ്പോൾ എനിക്ക് അത് മനസ്സ് വിഷമം തോന്നി. അതിലും പാവം. അവനും ചെന്നപ്പോൾ 1 മാസം കഴിഞ്ഞ് തരാം. അതെ, ഞങ്ങൾ ചെന്ന് സംസാരിച്ചപ്പോൾ അയാൾ 15,000 രൂപ വേണമെങ്കിൽ ഇപ്പം തരാം, അതേ പിരിഞ്ഞു കിട്ടിയതുള്ളൂ, ബാക്കി പൈസ 1 മാസം കഴിഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് അങ്ങോട്ട് പറഞ്ഞത് 15,000 രൂപ വേണ്ട, അത് നിങ്ങൾ കയ്യിൽ വെക്കി. അമ്മാമ്മയ്ക്ക് കുറച്ച് കൂടുതൽ പൈസയുടെ ആവശ്യമുണ്ട്, നിങ്ങൾ 1 മാസം കഴിഞ്ഞിട്ട് 50,000 രൂപ ഒന്നിച്ചിട്ട് കൊടുക്ക് എന്നാ ഞാൻ പറഞ്ഞത്. പക്ഷെ എന്തൊരു കഷ്ടം നോക്കി. അങ്ങനെ ഉണ്ടെങ്കിൽ നീ എന്റെ ഫോണിൽ കൂടെ അത് വിളിച്ച് പറയാഞ്ഞേ. എനിക്കിപ്പോൾ 15,000 റുപ്യ കിട്ടിയാൽ അത് വളത്തിന് കൊടുക്കാറുന്നില്ലേ? 15,000 രൂപ കിട്ടിയാൽ വളത്തിന് കൊടുക്കായിരുന്നില്ല. പിന്നെ എന്തിനാ 10,000 വാങ്ങിച്ചത് നിങ്ങൾ? ആര്? എന്താ നീ പറയണേ? അമ്മാവാ, പിന്നെ 10,000 രൂപ അങ്ങനെ അടുത്ത് വാങ്ങിച്ചത് എന്തിനാണെന്ന്? നീ എന്തായി പറയണെന്ന്? ആര് 10,000 റുപ്യ മേടിച്ച്? ഞങ്ങൾ രണ്ടാളും കൂടിയില്ലേ പോയി. അയാളുടെ മുഖത്ത് നോക്കിയിട്ട് നിന്ന് കഴിഞ്ഞാൽ അയാൾ എൻ്റെ അടുത്ത് കരഞ്ഞു പറയും. അവിടെ ഞാൻ പുറത്തു നിന്നിട്ട് ബന അകത്തേക്ക് വിട്ടത്. അപ്പൊ 10,000 നീ വാങ്ങിച്ചാ? അല്ല, അത് അയാൾ ഈ 10,000 വെച്ച് നീട്ടിയപ്പോൾ ഞാനതങ്ങ് മേടിച്ചേ. വാങ്ങിച്ച്. എടാ, എന്നിട്ട് എന്താ അത് എന്നോട് പറയാഞ്ഞ്? എന്നിട്ടാ 10,000 എവിടെ? അമ്മാവാ, ഇപ്പൊ ആ 10,000 എന്ന് പറഞ്ഞത് അമ്മാവൻ എനിക്ക് കടമായിട്ട് തരാമെന്ന് പറഞ്ഞ 10,000 ഞാൻ അയാളെ നിന്ന് മേടിച്ചത്. എടാ, അത് 50,000 റുപ്യ കിട്ടുമ്പോഴല്ലേ നിനക്ക് ഞാൻ 10,000 തരാ പറഞ്ഞ്. അല്ല, ഇനിയിപ്പോൾ അയാൾ പറഞ്ഞ ആ ബാക്കി 40,000 രൂപ അടുത്ത മാസം തരുമ്പോൾ ഞാൻ ഈ കടം മേടിച്ച 10,000 രൂപ അമ്മാവൻ അപ്പം തന്നാൽ മതിയല്ലോ. അപ്പം 50 ആയില്ലേ? ഓ, അത് ശരി. അപ്പൊ എന്റെ 10,000 നീ മേടിച്ചെടുത്ത് എന്റെ കാര്യം നീ നോക്കിയില്ല. അതെ, അയാൾ നല്ല മാന്യനും തറവാടിയായിട്ടുള്ള ആളാണ്. അയാൾ 1 മാസം കഴിയുമ്പോൾ ആ 40,000 രൂപ അമ്മയ്ക്ക് തരും. ഇവന്റെ കയ്യിലെ 10,000 അത് ഞാൻ ഇന്ന് ആരേനാണാവോ കണിയണ്ട്. ഞാൻ അവനെ കണിയാണ്ട് ഞാൻ രക്ഷപ്പെട്ടു. Versus Alien.